കുട്ടിയുടെ അച്ഛൻ ടെലിഫോൺ ലൈനിലുണ്ട്. കേൾക്കാമെന്ന് കരുതുന്നു. കേൾക്കാമോ? കേൾക്കാമോ? വിധി കേട്ടിരുന്നോ? കോടതി വിധി അറിഞ്ഞിരുന്നോ? കോടതി വിധി അറിഞ്ഞിരുന്നോ? ഇല്ല, ടെലിഫോൺ ലൈനിലുണ്ട്. പക്ഷേ അവിടെ വലിയ പ്രശ്നങ്ങൾ, ബഹളങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു വിധിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. കാരണം അത്രത്തോളം പ്രോസിക്യൂഷന് പോലും ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ അച്ഛനുണ്ട്. കേൾക്കാമോ? അല്ല, കേൾക്കുന്നില്ല. ഹലോ, ഇവിടെ ഒച്ചയാണ്. കേൾക്കാമോ? ഞാൻ പറഞ്ഞത് കേൾക്കാമോ? പറഞ്ഞു. കേട്ടിരുന്നോ? ഈ വിധി അറിഞ്ഞിരുന്നോ? വിധി ഞങ്ങൾ കോടതി നിൽക്കുവാ. എന്താ തോന്നുന്നത് ഇപ്പോ? ഞങ്ങൾക്ക് നീതി കിട്ടണമല്ലോ. ഇത് ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെ ഒരു വിധി വന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കേസ് ഇവർ എന്നാ വായിച്ചിട്ടാണ് ജഡ്ജി വാദം കേട്ട ഒരാളും ജഡ്ജ്മെന്റ് വേറെ ആളല്ലേ എന്ന് പറയുന്നു. അങ്ങനെ ആകുമ്പോ അതിന്റെ ഒരു വീഴ്ച നമുക്ക് പറ്റിയിട്ടുണ്ട്. തെളിവുകളൊക്കെ ഇയാൾക്കെതിരായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എന്നിട്ടും ഇങ്ങനെ ഒരു വിധി നേരിട്ട് കണ്ട സാക്ഷികളൊക്കെ ഉണ്ടെങ്കിലേ അവർ വിധി പറയത്തുള്ളൂ. ആ രീതിക്കാണ്. അങ്ങനെയൊക്കെ ആണോ? അതെ, വക്കീലുമായിട്ട് സംസാരിച്ചോ? തെളിവ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വക്കീലുമായിട്ട് ക്രിമിനലായിട്ടുള്ള ആളാണ്. ആ രീതിക്ക് അവനെ ചെയ്തിട്ടും ഈ ജഡ്ജിക്ക് ബോധ്യമായില്ലെങ്കിൽ നമ്മൾ എന്നെ ഈ വക്കീലുമായിട്ട് സംസാരിച്ചായിരുന്നോ? വക്കീലിനെ കണ്ടോ? അതിനുശേഷം അഭിഭാഷകനെ കണ്ടോ? ഞങ്ങളിവിടെ ഉണ്ട്, തർക്കത്തിലാണ് നിന്നോണ്ടിരിക്കുക. ബന്ധുക്കളൊക്കെ ഉണ്ടല്ലേ? അപ്പീലിന് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പീലിന് പോകല്ലേ? പോകണം. ശരി. ആ കോടതി വളപ്പിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം അപ്പീലിന് പോകുമെന്ന് പറയുന്നു. എങ്ങനെ ഈ വിധിന്യായം വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.